സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദച്ചാമിയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഈ സൗമ്യ മർഡർ കേസുമായി ബന്ധപ്പെട്ട് കുറ്റശാസ്ത്ര പഠനം നടത്തിയ ഒരു പോലീസുകാരനാണ് എന്നോടൊപ്പം ഉള്ളത്. തൃശ്ശൂർ പോലീസ് അക്കാദമിയിലെ ASI ആയ ഡോക്ടർ വിനോദ് കുമാറാണ് എൻ്റെ ഒപ്പം ഇപ്പോൾ ഉള്ളത്. ഈ സൗമ്യ മർഡർ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കേസ് സ്റ്റഡിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് ക്രിമിനോളജി പഠനം അത് പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണത് ആദ്യമേ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞ ആൾ സൗമ്യയെ എങ്ങനെയാണോ ബലാത്സംഗം ചെയ്ത് കുറ്റം ചെയ്യുകയും അതിന് ശിക്ഷ വാങ്ങിക്കൊടുത്തതിൻ്റെ A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും CD ഫയൽ മൊത്തം നമ്മളെടുത്ത് പഠിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്ത് ക്രിമിനോളജി പഠനം നോക്കുകയാണെങ്കിൽ റൊട്ടീൻ ആക്ടിവിറ്റി തിയറി, ഡിസോർഗനൈസേഷൻ തിയറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പരിശീലനാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് എടുത്തത്. പക്ഷേ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയപ്പോൾ നല്ലൊരു പേപ്പറാക്കി അത് എടുക്കുകയും അതിൻ്റെ അകത്ത് ഫോറൻസിക് സയൻസ് വിഭാഗത്തിൻ്റെ മേധാവിയായിട്ടുള്ള ശ്രീ അബ്ദുൾ റസാഖ് സാറും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾ ഈ പഠനം നടത്തിയത്. അപ്പോൾ റൊട്ടീൻ ആക്ടിവിറ്റി തിയറിക്കകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടീവ് ഓഫ് ക്രൈം, സ്യൂട്ടബിൾ ടാർഗറ്റ്, ലാക്ക് ഓഫ് ഗാർഡിയൻഷിപ്പ് എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് ആ പാസഞ്ചർ ട്രെയിനിൽ വന്നപ്പോഴാണ് സൗമ്യ എന്ന് പറഞ്ഞ ടാർഗറ്റിനെ കിട്ടുകയും ഇവൻ്റെ ഉള്ളിലുള്ള ഈ ക്രിമിനൽ വാസന വരികയും പിന്നെ സൗമ്യ എന്ന് പറഞ്ഞ ആൾക്ക് ചുറ്റിനും ആരുമില്ല, ലാക്ക് ഓഫ് ഗാർഡിയൻഷിപ്പും കൂടെ വന്നപ്പം വലിയൊരു ക്രൈം അവിടെ വന്നു എന്നതാണ്. കുടുംബമോ സമൂഹമായിട്ട് ജീവിക്കാനോ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് വേറെ സ്ഥലത്ത് സുഖമായിട്ട് ജീവിക്കാനോ എന്നുള്ള താല്പര്യമല്ല. മറ്റൊരു ദേശത്തു നിന്ന് വന്ന് ഇവിടെ ഒരു ക്രൈം ചെയ്തു, ആ ക്രൈമിൽ പിടിക്കപ്പെട്ടു. അന്ന് ഗോവിന്ദച്ചാമി പിടിക്കപ്പെട്ടില്ലാണെങ്കിൽ പല ക്രൈമിലോട്ട് പോയനെ. ഇപ്പോൾ ഇന്ന് ഇത്രയും വർഷം ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ആ പക പോലെ കിടക്കുവാണ്. അപ്പം ഞാൻ ആ ക്രൈം ചെയ്യും എന്ന് പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. മാധ്യമങ്ങളിലൂടെ തന്നെയാണ് കേട്ടത്. കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെയാണ് അടുത്തൊരു ക്രൈമിലോട്ട് തന്നെ പോയനെ.